പിന്നീടുള്ള ആളുകളുടെ നിർബന്ധ ബാധ്യതയാണ്, ജീവിച്ചിരിക്കുന്നവൻ്റെ ബാധ്യതയാണ് പെട്ടെന്ന് മറവ് ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? നിങ്ങൾ വേഗം മറവ് ചെയ്യുക. അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഖൈറിലേക്ക് നിങ്ങൾ വേഗം അദ്ദേഹത്തെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. അതല്ല, അദ്ദേഹം നല്ലവനല്ലെങ്കിലോ നിങ്ങളെ പെരടിയിൽ നിന്ന് ഇവനെ നിങ്ങൾ വേഗം ഒഴിവാക്കുക. ഇതാണ് ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ആ ഹദീസിന്റെ ആശയം. അസ്രിഉ ബിൽ ജനാസ എന്നാണ് ആ ഹദീസിന്റെ തുടക്കം. എന്നാൽ അതേ പ്രകാരം മറ്റൊരു ഹദീസിൽ കാണാം, ഫലാ തഹബിസൂഹു വഅസ്രിഉ ബിഹി തബറാനി, നിങ്ങൾ ആ മരിച്ച ആളെ ഇവിടെ പിടിച്ചു വെക്കരുത്, നിങ്ങൾ അവനെയും കൊണ്ട് വേഗം മറവ് ചെയ്യാൻ പോകണം. ഒരാഴ്ചയായി നമ്മുടെ നാട്ടിൽ ഒരാളെ നടക്കുന്ന ഇറാനില് ഷിയാക്കൾ. എന്തെന്നപ്പോൾ സംഭവം? ആത്മീയ നേതാവാണ്. ആത്മീയ നേതാവ് വാഴ്ത്തപ്പെട്ടവൻ, പുകഴ്ത്തപ്പെട്ടവൻ. എന്നിട്ട് ഈ മയ്യത്തുമായിട്ട് ഇങ്ങനെ കൂഫ, നജഫ്, ബഗ്ദാദ്, ബസറ, ഈ ഖർബല എവിടെയൊക്കെയാണോ പുണ്യ കേന്ദ്രങ്ങളായി ഷിയാക്കൾക്കുള്ളത് അവിടേക്കെല്ലാം ഇങ്ങനെ കൊണ്ട് നടന്ന് ഒരു വാഴ്ത്തപ്പെട്ടവനായി, അതേ പ്രകാരം തന്നെ ഒരു ആത്മീയ നേതാവായി, വിലാപയാത്രയായി, പുണ്യപുരുഷനായി. എന്നിട്ട് ചില പത്രങ്ങളും ചില സംഘടനകളും കണ്ടില്ലേ, ഭയങ്കര സംഭവമാണ്. ഇസ്ലാമിൽ എവിടെയാണ് സംഭവം ഉള്ളത്? അതാണ് ഇവിടെ അറിയേണ്ടത്. ഇവിടെ അറിയേണ്ടത് അതാ. ഇതിനേക്കാളും മുന്തിയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഭരണകർത്താക്കൾ ലോകത്ത് മരിച്ചിട്ടില്ലേ? അവരൊക്കെ മരിച്ച് മറവ് ചെയ്തതിന് ശേഷമല്ലേ പത്രവാർത്ത വരുന്നത്? അബ്ദുള്ള രാജാവ് മരണപ്പെട്ടു, മരിച്ചു പിറ്റേന്ന് പത്രങ്ങൾ എഴുതി വഹാബി ആചാരപ്രകാരമാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ആരെങ്കിലും പോയാ എവിടുന്നെങ്കിലും? എല്ലാരും ബരീന്ന് പറഞ്ഞ ഓരെന്താ ഭരണകർത്താക്കളല്ലേ? അവർക്ക് ദീനുണ്ട്. ഇത് ദീനല്ല, ഇത് ശിഈയ്യത്താണ്. എന്താ ശിഈയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അത് ശൂറയിലൂടെ കിട്ടേണ്ടതല്ല, ഖിലാഫത്ത് വസിയ്യത്തിലൂടെ കിട്ടേണ്ടതാണ്. അതാണ് അലിയുൻ വസിയ്യി, അലി എന്റെ വസിയ്യാണ്. ഷിയത്ത് അലി എന്നാ പറയുന്നത്. ഓർക്കത് പറ്റി യാതൊരു ബന്ധവുമില്ല. അലി റളിയല്ലാഹു അൻഹുവിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഷിയത്ത് അലി എന്നൊക്കെയാണ് പുസ്തകങ്ങളിലും ചരിത്രത്തിലും കാണുന്നത്. അതുകൊണ്ട് പറയുവാനുള്ളത്, ഒരു ആത്മീയത, അതല്ലെങ്കിൽ ഒരു വാഴ്ത്തപ്പെട്ടവൻ, അതല്ലെങ്കിൽ പുകഴ്ത്തപ്പെട്ടവൻ, അതല്ലെങ്കിൽ അതിലൂടെ രാജ്യത്തിന് മറ്റെന്തെങ്കിലും മുതലെടുപ്പ്, ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല. അതൊന്നും ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ലക്ഷണവും അല്ല എന്ന് മനസ്സിലാക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ചു ജനാസങ്ങനെ കിടക്കുകയാണ്. ഉമ്മു അലാ റളിയല്ലാഹു അൻഹ ചെന്നുകൊണ്ട് പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈക്, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ. എന്നിട്ട് പറയുകയാണ്, ലഖദ് അക്രമക്കല്ലാ, റസൂലുള്ളാഹി നിൽക്കാന്ന് അടുത്ത്, ലഖദ് അക്രമക്കല്ലാ, അല്ലാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു കേട്ടോ. റസൂലിനെ കേൾക്കുക നീ പറയുന്നത്. എന്റെ റസൂൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ മഹദിയോട് പറയുകയാണ്, അള്ളാഹു ഇദ്ദേഹത്തെ ആദരിച്ചു എന്ന് നിനക്ക് എവിടെ നിന്ന് കിട്ടി? നിനക്ക് എവിടുന്ന കിട്ടിയത്? അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് ഉസ്മാൻ ബിൻ മദ്ഊനെ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞത് അതാ. എന്നിട്ട് മുഹമ്മദ് നബി പറയുകയാണ്, ഞാൻ ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഖൈർ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ വല്ലാഹി മാ അദ്രി മാ യുഫഅലു ബി വ അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എന്നെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല. എന്നിട്ടാണോ നീ അള്ളാഹു ആദരിച്ചു, നീ അള്ളാഹു ബഹുമാനിച്ചു എന്നൊക്കെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വാഴ്ത്തുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. റസൂൽ ചോദിക്കാൻ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇസ്ലാമിൽ ആത്മീയതല്ല അങ്ങനെ ഒരു ആത്മീയതയും ഒരു പുണ്യപുരുഷനും ഒരു പുണ്യ ഖബറും, അതൊക്കെ ഇതിന്റെ പിന്നിൽ മറ്റേ കച്ചവടാന്ന്. ഇങ്ങനെ കൊണ്ടുപോയി കബറിട്ട് കബറിങ്ങനെ പറഞ്ഞില്ലേ,
ഇനിയിപ്പോൾ അതൊരു ആരാധനാ കേന്ദ്രമായി മാറും, അത് ഒരു മസാറായി മാറും. അവിടെ പോയി ആളായി ആ തല വെച്ച് കടന്നുറങ്ങും, സുജൂദ് ചെയ്യും, അവിടെ കിടന്ന് നെഞ്ചത്തടിക്കും, മാറത്തടിക്കും, കർബലയിൽ നടക്കുന്ന മാത്തടി മറ്റെല്ലാം അവിടെ നടക്കും. എന്ത് ഇസ്ലാം? അവരാക്രമിക്കുന്ന അമേരിക്ക, അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഇതൊരു മുസ്ലിം രാഷ്ട്രത്തിനോ ഒരു ഇസ്ലാമിക് സൊസൈറ്റിക്കോ യോജിച്ചത് അല്ല. ഉമ്മു അലാഹ് പറയുകയാണ്, റസൂൽ ഇത് പറഞ്ഞതിന്റെ ശേഷം ഞാൻ ഒരാളെയും പിന്നെ പ്രശംസിക്കാറില്ല. റസൂലുള്ള ഇത് പറഞ്ഞതിന് ശേഷം റസൂൽ പറഞ്ഞ എന്താ? എന്നെ തന്നെ അള്ള എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അന റസൂലുള്ള, ഞാൻ അള്ളാന്റെ റസൂലാണ്. എന്നിട്ടല്ലേ അതാ പറഞ്ഞത്. എന്ത് ആത്മീയത, എന്ത് പ്രശംസ, എന്ത് അതിർകവിയൽ, എന്ത് പുണ്യപുരുഷൻ. അതാ റസൂൽ പറഞ്ഞത്. ഏറ്റവും വലിയ പുണ്യപുരുഷൻ ആരാ? അള്ളാഹ് റസൂലല്ലേ. റസൂൽ പറയാന്ന് എന്നെ കൊണ്ട് തന്നെ അള്ള എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. എന്നിട്ടല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മു അലാഹ് പറയുകയാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഇത് കേട്ടതിന് ശേഷം പിന്നെ ഒരാളെയും ഫലാ ഉസക്കി അഹദൻ ബഅദഹു അബദാ, ഇതിന് ശേഷം ഒരാളെയും ഞാൻ ആത്മപ്രശംസ നടത്തിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശംസയും മറ്റും ഇസ്ലാമില്ല. മരിക്കുക, വേഗം കൊണ്ടുപോയി മറവ് ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ട കർമ്മങ്ങൾക്ക് നിർവഹിക്കുക. മുവഹിദീങ്ങളായ ഏറ്റവും ചുരുങ്ങിയ 40 ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചാൽ അവരെ ശിപാർശ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഇസ്ലാമിക ചരിത്രത്തിലാണ് ഈ കൊണ്ടിടക്കലുള്ളത്, വിലാപയാത്ര? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമികവൽക്കരിക്കുന്ന പത്രമാധ്യമങ്ങളോടും സംഘടനക്കാരോടും പറയാനുള്ളത്, അതൊക്കെ നിങ്ങൾ മനസ്സിലങ്ങനെ കൊണ്ടുവന്നാൽ മതി. ദീനിലൊന്നുമില്ല, അത്രമാത്രം. മറ്റൊരു